കേരളത്തിലെ വികസന അനുകൂല ലേഖനത്തിൽ കോൺഗ്രസിനകത്തും യുഡിഎഫിനകത്തും ശക്തമായ വിമർശനം ഉയരുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ എം പി. താൻ എഴുതിയത് കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ലേഖനമാണ്. അത് തിരുത്തണമെങ്കിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കണം. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് താൻ എഴുതിയത് മനസ്സിലാകും. സർക്കാരിന് 100 മാർക്ക് നൽകിയിട്ടില്ല. വികസനത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല. സ്ഥാനം പോയാൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് 16 വർഷമായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം. നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾ വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. നമ്മൾ ഇനിഷ്യേറ്റീവിന് സഹായിക്കണം. നമ്മൾ പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ സഹായിക്കണം. അവരെ ഇവിടെ കൊണ്ടുവരണം. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിൻ്റെ ഓരോരോ തിരഞ്ഞെടുപ്പിലും നിങ്ങൾ മാരാമൺ കൺവെൻഷനിൽ സ്പീച്ച് കേട്ടോളൂ, കാത്തലിക് യൂത്ത് ലീഗിൻ്റെ കോൺഫറൻസിൽ സ്പീച്ച് കേട്ടോളൂ. ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ല, ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. കേരളം സാമ്പത്തികാവസ്ഥ കൈകാര്യം ചെയ്യുന്നത് നല്ല രീതിയിലാണെന്ന് കരുതുന്നില്ല. മലയാളി ജനപ്രതിനിധി എന്ന രീതിയിലാണ് സംസാരിച്ചത്. കയ്യക്ഷരത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ ഇനിയും കാര്യങ്ങൾ പറയും. പല വിഷയങ്ങളെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. CWCയിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ മാറാം. അഭിപ്രായം ഇനിയും പറയുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് 2014. അതാണ് ഇപ്പോഴത്തെ സർക്കാർ, നിലവിലുള്ള സർക്കാർ അതിൽ കെട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കൂടി കാണാം. ഞാൻ പ്രചരണ പ്രസംഗം പോട്ടെ, യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതെന്ന്. ആ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ അംഗീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു സംസ്ഥാനത്തിന്റെ വികസന സമീപനത്തെ തരൂർ പുകഴ്ത്തിയത്. ഇതിനെതിരെ UDF-ലെയും കോൺഗ്രസിലെയും നേതാക്കൾ ഒന്നിച്ച് രംഗത്തെത്തി. ഇതോടെ അല്പം മയപ്പെടുത്തി ഫേസ്ബുക്കിൽ തരൂർ കുറിപ്പിടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ശക്തമായ നിലപാടുമായി അദ്ദേഹം തന്നെ രംഗത്തെത്തുകയായിരുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണമെന്നായിരുന്നു MMSന്റെ പ്രതികരണം. വ്യവസായ മന്ത്രിയായിരുന്ന കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു തരൂറിന് മറുപടിയുമായി PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത്. AK ആന്റണി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിന്റെ വ്യവസായ ഭൂപടം മാറിയതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. AK ആന്റണി മന്ത്രിസഭയിൽ താൻ വ്യവസായ മന്ത്രിയായിരിക്കെ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും PK കുഞ്ഞാലിക്കുട്ടി എടുത്തു പറഞ്ഞു. തരൂരിന്റെ ലേഖനം UDF നേതാക്കളിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിലപാടിൽ മാറ്റമില്ലാത്ത സമീപനം തരൂരും സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ചയായേക്കും. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.